നമ്മളെന്താണ് ജപ്പാനിലേക്ക് വിൽക്കുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എക്സ്പോർട്ട് മാത്രം നടക്കുന്നതല്ല ശരിക്കും. എക്സ്പോർട്ടിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമസ്കാരം. ഈ ജപ്പാൻകാർ നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ്, മലയാളികളുടെ കയ്യിൽ നിന്ന് എന്താണ് വാങ്ങുന്നതെന്ന് കാണിച്ചു തരാൻ തീരുമാനിച്ചു ഞാൻ. നമ്മളെന്താണ് ജപ്പാനിലേക്ക് വിൽക്കുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളത് ബാങ്കോക്കിലാണ്. ബാങ്കോക്കിൽ നിന്ന് നമ്മൾ ജപ്പാനിലേക്ക് പോവുക. അപ്പോൾ ഇതൊരു ടൂർ വീഡിയോ ഒന്നുമല്ല, എങ്കിലും മാക്സിമം ഇതിലൊക്കെ കാണിച്ചു തരാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ഓൾറെഡി ഒരു യൂണിഫോമാണ്. ഇവിടെ ബാങ്കോക്കിലുള്ളൊരു കമ്പനിയുടെ യൂണിഫോമാണ്. അപ്പോൾ നമ്മൾ യൂണിഫോം ഫീൽഡ് ആയതുകൊണ്ട് ഡ്രസ്സിനൊന്നും ഒരു പഞ്ഞുമില്ല. ഒന്നും എടുക്കാതെ നമുക്കൊരു കുറച്ച് രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള സെറ്റപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ ജപ്പാനിലേക്ക് വന്നു. ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ നമ്മുടെ പേജിൽ ഇനി ഒരു 2-3 ദിവസത്തേക്കല്ല, 8 ദിവസമുണ്ട് മീറ്റിങ്ങുകൾ. ഇത് മീറ്റിങ്ങുകൾക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് എങ്ങനെയാണ്, എന്തൊക്കെ ബിസിനസ്സാണ് നമ്മൾ ഈ കമ്പനികളൊക്കെ ആയിട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. ജപ്പാൻ ഈസ് എ വണ്ടർഫുൾ കൺട്രി, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആ ചെറിയ കൺട്രിയിൽ നിന്നാണ് ടയോട്ടയും ഹോണ്ടയും മിസ്തുബിഷിയൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ വണ്ടിയുടെ കാര്യം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വണ്ടികളുടെ കാര്യത്തിലായിരിക്കും മിക്കപ്പോഴും ഇതിനൊക്കെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുക, അറിയുക. അതുകൊണ്ട് വണ്ടികളുടെ കാര്യം പറയുന്നുള്ളൂ. വണ്ടികൾ മാത്രമല്ല, ഒരുപാട് ബ്രാൻഡുകൾ ജപ്പാൻകാർക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, ജപ്പാൻ്റെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ വളരെയധികം ഒരു പ്രിയമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിനൊക്കെ ഒരു എക്സ്ട്രീം ലെവൽ ക്വാളിറ്റി ഉണ്ട്. ദേ ആർ ആസ്കിങ് പ്രോഡക്റ്റ് ടു അസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണല്ലേ. അവർ നമ്മുടെ ഇടുന്ന പ്രോഡക്റ്റ് ചോദിക്കുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് മാത്രം നടക്കുന്നതല്ല ശരിക്കും. എക്സ്പോർട്ടിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ കൺട്രിയിൽ ഓരോ ആളുകളുമായിട്ട് സംസാരിക്കാനും പുതിയ പുതിയ അപ്ഡേഷൻസ് പറയാനും അവർ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ചെല്ലാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പേജിൽ നമ്മൾ ഇനി കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്യാം. യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക, പങ്കുവയ്ക്കുക. താങ്ക് യു.